പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഓസ്ട്രേലിയൻ പാർലമെന്റ് നിരോധിച്ചു. ഇത് സംബന്ധിച്ച ബില്ല് ഓസ്ട്രേലിയയിലെ ജനപ്രതിനിധി സഭ പാസാക്കി. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധനം സംബന്ധിച്ച ബില്ലിന് 13-നെതിരെ 102 വോട്ടുകൾക്ക് ഭൂരിപക്ഷം ജനപ്രതിനിധികളും പിന്തുണച്ചു. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ്, എക്സ് എന്നിവയുൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ അക്കൗണ്ടുകൾ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കൈവശം വയ്ക്കുന്നത് തടയുന്നതിൽ പരാജയപ്പെട്ടാൽ 50 ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളർ വരെ പിഴ ചുമത്താം. നിരോധനം നിയമമായാൽ ഉത്തരവ് എങ്ങനെ പാലിക്കണമെന്ന് സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് 1 വർഷം സമയം ലഭിക്കും. ഇത് സംബന്ധിച്ച പഠനത്തിന്റെ ഫലം പുറത്തു വരുന്നതുവരെ വോട്ടെടുപ്പ് വൈകിപ്പിക്കണമെന്ന് ടെക് കമ്പനികൾ ഓസ്ട്രേലിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. സ്വകാര്യതാ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനായി സെനറ്റിൽ ഭേദഗതികൾ അവതരിപ്പിക്കാൻ സർക്കാർ സമ്മതിച്ചതായി പ്രതിപക്ഷ നിയമനിർമ്മാതാവ് ഡാൻ ടെഹാൻ പാർലമെന്റിനെ അറിയിച്ചു. ഈ മാറ്റങ്ങൾക്ക് കീഴിൽ പാസ്പോർട്ടുകളോ ഡ്രൈവിംഗ് ലൈസൻസുകളോ പോലുള്ള സർക്കാർ നൽകിയ ഐഡന്റിഫിക്കേഷൻ നൽകുന്നതിന് ഉപയോക്താക്കളോട് ആവശ്യപ്പെടുന്നതിൽ നിന്ന് പ്ലാറ്റ്ഫോമുകളെ നിരോധിക്കും. നിരോധനത്തെ ആംനസ്റ്റി ഇന്റർനാഷണലും ഓസ്ട്രേലിയയുടെ മനുഷ്യാവകാശ കമ്മീഷണർ ലോറൈൻ ഫിൻലേയും വിമർശിച്ചു. ഇത് ദുർബലരായ കുട്ടികൾക്ക് ഒരു സാമൂഹ്യ സുരക്ഷാ വലയം നഷ്ടപ്പെടുത്തുമെന്ന് അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. പ്രവാസികൾക്ക് ബാധകമാകുന്ന റെസിഡൻസി നിയമങ്ങൾ പരിഷ്കരിച്ച് കുവൈറ്റ്. നിയമലംഘകർക്ക് 3 മുതൽ 5 വർഷം വരെ തടവും 5000 മുതൽ 10,000 ദിനാർ വരെ പിഴയുമാണ് ശിക്ഷ. റെസിഡൻസി നിയമ ഭേദഗതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയതിനാൽ ഉടൻ നടപ്പിലാക്കും. വിദേശികളുടെ വരവ്, താമസം, റെസിഡൻസി പെർമിറ്റ്, ഗാർഹിക തൊഴിലാളികൾ, സർക്കാർ സേവന ഫീസ്, മനുഷ്യക്കടത്ത്, വിസ കച്ചവടം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കെല്ലാം കടുത്ത ശിക്ഷ നൽകും. താൽക്കാലിക റെസിഡൻസി പെർമിറ്റുകളുടെ കാലാവധി 3 മാസത്തേക്കായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആവശ്യമെങ്കിൽ അധികൃതർക്ക് ഇത് 1 വർഷം വരെ നീട്ടി നൽകാവുന്നതാണ്. സാധാരണ റെസിഡൻസി പെർമിറ്റുകളുടെ കാലാവധി പരമാവധി 5 വർഷമാക്കി നിജപ്പെടുത്തിയിട്ടുണ്ട്. കുവൈറ്റി വനിതകളുടെ കുട്ടികൾക്കും കുവൈറ്റിൽ വസ്തുവകകൾ ഉള്ളവർക്കും ഇത് പരമാവധി 10 വർഷം വരെയും കുവൈറ്റിൽ നിക്ഷേപം നടത്തിയിട്ടുള്ളവർക്ക് ഇത് 15 വർഷം വരെയുമാക്കിയിട്ടുണ്ട്. ഗാർഹിക ജീവനക്കാർക്ക് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രത്യേക അനുമതി കൂടാതെ 4 മാസത്തിൽ കൂടുതൽ കുവൈറ്റിന് പുറത്ത് താമസിക്കുന്നതിന് അനുമതിയുണ്ടായിരിക്കില്ല. ഒരു വിദേശിയുടെ വിസ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലും അനുവദനീയമായതിലും കൂടുതൽ കാലത്തേക്ക് ഇവർ കുവൈറ്റിൽ തുടരുന്ന സാഹചര്യത്തിലും സ്പോൺസർമാർ ഈ വിവരം ആഭ്യന്തര മന്ത്രാലയത്തിൽ ധരിപ്പിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ക്രൂഡ് ഇറക്കുമതിക്ക് ട്രംപ് അധിക നികുതി ചുമത്തിയാൽ ഏഷ്യയ്ക്ക് ഗുണകരമാകുമെന്ന് വിലയിരുത്തൽ. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും വില കുറഞ്ഞ എണ്ണ ലഭിക്കും. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഇറക്കുമതിക്ക് 25% ഇറക്കുമതി തീരുവ ചുമത്തിയാൽ ഇവിടത്തെ എണ്ണ ഉൽപ്പാദകർ വില കുറയ്ക്കാനും ഏഷ്യയിലേക്ക് വിതരണം തിരിച്ചുവിടാനും നിർബന്ധിതരാകുമെന്ന് വ്യാപാരികളും വിശകലന വിദഗ്ധരും പറഞ്ഞു. ഈ നയം ഉപഭോക്താക്കളെയും വ്യവസായത്തെയും ദേശീയ സുരക്ഷയെയും ദോഷകരമായി ബാധിക്കുമെന്ന് US എണ്ണ വ്യവസായം മുന്നറിയിപ്പ് നൽകി. കാനഡയിൽ നിന്നുള്ള ക്രൂഡ് കയറ്റുമതിയുടെ 61%, മെക്സിക്കോയിൽ നിന്നുള്ളതിന്റെ 56% US-ലേക്കാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ വർഷം ഇതുവരെ കനേഡിയൻ ക്രൂഡ് കയറ്റുമതി 65% ഉയർന്ന് പ്രതിദിനം 5,30,000 ബാരലിൽ എത്തി. ട്രാൻസ് മൗണ്ടൻ പൈപ്പ് ലൈൻ തുറന്നതിനു ശേഷം US-ലേക്കും ഏഷ്യയിലേക്കും കയറ്റുമതി വർദ്ധിച്ചു. കാനഡയും മെക്സിക്കോയും കയറ്റുമതി ചെയ്യുന്നത് പ്രധാനമായും ഭാരമേറിയ ഉയർന്ന സൾഫർ അസംസ്കൃത എണ്ണയാണ്. ഇത് US-ലെയും ഏഷ്യയിലെയും സങ്കീർണമായ റിഫൈനറികളിൽ നിന്നാണ് സംസ്കരിക്കുന്നത്. ട്രംപ് തീരുവ ചുമത്തിയാൽ കൂടുതൽ കനേഡിയൻ, മെക്സിക്കൻ എണ്ണ ഏഷ്യയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഏഷ്യയിലെ റിഫൈനിംഗ് സ്രോതസ്സുകളും വിശകലന വിദഗ്ധരും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ഖത്തറിൽ തവണ വ്യവസ്ഥയിൽ വാഹനം വിൽക്കാൻ പുതിയ നിബന്ധനകൾ. ഉപഭോക്താവിന്റെ ക്രെഡിറ്റ് റിപ്പോർട്ട് നിർബന്ധമായും നൽകണം. തവണ വ്യവസ്ഥയിൽ വാഹനങ്ങൾ വിൽക്കുന്ന കാർ ഡീലർഷിപ്പ് കമ്പനികൾക്ക് ഖത്തർ വ്യവസായ വാണിജ്യ മന്ത്രാലയം പുതിയ വ്യവസ്ഥകൾ ഏർപ്പെടുത്തി. വാഹനങ്ങൾക്ക് വിൽക്കുന്ന കമ്പനികൾ ഖത്തർ ക്രെഡിറ്റ് ബ്യൂറോയിൽ അംഗമായിരിക്കണം. ഉപഭോക്താക്കളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് നേടുന്നതിന് വേണ്ടിയാണിത്. ഉപഭോക്താവിന്റെ സാമ്പത്തിക നില വിലയിരുത്താൻ ഖത്തർ ക്രെഡിറ്റ് ബ്യൂറോയിൽ നിന്നുള്ള ക്രെഡിറ്റ് റിപ്പോർട്ട് നേടിയിരിക്കണം. ഉപഭോക്താവിന്റെ കടബാധ്യത സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് ബാങ്കിൽ നിന്ന് വാങ്ങണം. ഉപഭോക്താവ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ശമ്പള സർട്ടിഫിക്കറ്റ്, മറ്റാനുകൂല്യങ്ങൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ നേടാം.
ഉപഭോക്താക്കൾക്ക് തവണ വ്യവസ്ഥയിൽ വാഹനങ്ങൾ വാങ്ങുന്നതിന് അനുമതി നൽകുന്നതിനു മുമ്പ് കമ്പനികൾ പുതുക്കിയ വ്യവസ്ഥകൾ പാലിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇസ്രയേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് ഇന്ത്യ വിശാല മേഖലയിൽ സ്ഥിരത പ്രതീക്ഷിക്കുന്നതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രയേലും ഇറാൻ പിന്തുണയുള്ള ലെബനീസ് തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ വർഷം ഗാസ യുദ്ധം ആരംഭിച്ചതിനു ശേഷം 3000-ലധികം ആളുകൾ കൊല്ലപ്പെട്ട സംഘർഷത്തിനാണ് അന്ത്യം കുറിച്ചത്. ഇസ്രയേലും ലെബനനും തമ്മിൽ പ്രഖ്യാപിച്ച വെടിനിർത്തലിനെ സ്വാഗതം ചെയ്യുന്നതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സംയമനം പാലിക്കാനും സംഭാഷണത്തിന്റെയും നയതന്ത്രത്തിന്റെയും പാതയിലേക്കുള്ള തിരിച്ചുവരവിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ സംഭവവികാസങ്ങൾ വിശാലമായ മേഖലയിൽ സമാധാനത്തിനും സ്ഥിരതയ്ക്കും കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1 വർഷത്തിലേറെയായി യുദ്ധം നാശം വിതച്ച പ്രദേശത്ത് US-ഉം ഫ്രാൻസും ചേർന്നാണ് സമാധാന കരാർ ഉണ്ടാക്കിയത്. വെടിനിർത്തൽ കരാർ 2 മാസത്തേക്ക് യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുന്നു. കൂടാതെ ലെബനനിലെ സായുധ സാന്നിധ്യം ഹിസ്ബുള്ള അവസാനിപ്പിക്കണം. അതേസമയം ഇസ്രയേലി സൈന്യം അതിർത്തിയുടെ ഭാഗത്തേക്ക് മടങ്ങണമെന്നും കരാറിലുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.